നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് വിച്ച് വൺ ഓഫ് ദി following method is used to dictate minimum inhibitory concentration. മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതാണ്. ആൻസർ വരുന്നത് ട്യൂബ് ഡയലൂഷൻ മെത്തേഡ് എന്നാണ്. മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ആൻ ആന്റിബയോട്ടിക് ദാറ്റ് ഇൻഹിബിറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത്. ഏറ്റവും കുറവ് ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ആണ് വിച്ച് വിൽ ഇൻഹിബിറ്റ് ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ട്യൂബ് ഡയലൂഷൻ മെത്തേഡ് വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ കളർ ഓഫ് കോളനീസ് ഓഫ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഓൺ ന്യൂട്രിയന്റ് അഗാർ. ന്യൂട്രിയന്റ് അഗാറിൽ നമ്മുടെ സ്റ്റാഫ് ഓറിയസിന്റെ കളർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് യെല്ലോ ആണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് യെല്ലോ കളർ കോളനീസ് ആണ് ന്യൂട്രിയന്റ് അഗാറിൽ തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നെങ്കിൽ ദ പ്രൊഡക്ഷൻ ഓഫ് പിഗ്മെന്റ് കാർഡ് സ്റ്റെഫൈലോക്സാന്തിൻ. സ്റ്റെഫൈലോക്സാന്തിന്റെ പ്രൊഡക്ഷൻ കൊണ്ട് തന്നെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് യെല്ലോ കളറിലാണ് ന്യൂട്രിയന്റ് അഗാറിൽ കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻ ഇൻഡിക്കേറ്റർ മീഡിയം യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് ഇൻഡിക്കേറ്റർ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാന്നുള്ളതാണ്. മെക്കോങ്കി അഗാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെക്കോങ്കി അഗാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയം ആണ് യൂസ് ടു ഐഡന്റിഫൈ ആൻഡ് ഐസൊലേറ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ മീഡിയം ആണ് ഇവിടെ മെക്കോങ്കി അഗാർ എന്ന് പറയുന്നത്. Particularly they which are causing urinary tract infections. Next എന്ന് പറയുന്നത് what is true about fungi. ഫംഗിനെ കുറിച്ച് ട്രൂ ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ് ഫംഗി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് one of the routine microscopic laboratory identification methods of fungal specimen is done by using. നമ്മുടെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ നമ്മുടെ ഫംഗൽ സ്പെസിമെനിൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10% KOH ഫൗണ്ട് ആണ്. അതാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫംഗിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്തോന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിസോൾവ് കെരാറ്റിൻ സ്കിൻ ഹെയർ ഓർ നെയിൽ സാമ്പിൾസ് മേക്കിംഗ് ഫംഗൽ എലിമെന്റ്സ് മോർ വിസിബിൾ അണ്ടർ ദി മൈക്രോസ്കോപ്പ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് KOH അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ സ്കിന്നിലുള്ള കെരാറ്റിൻ ഹെയറിൽ നമ്മുടെ സ്കിന്നില് ഹെയറില് നെയിലൊക്കെ ഉള്ള കെരാറ്റിൻ എന്ത് ചെയ്യും ഡിസോൾവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫംഗസിനെ കൂടുതൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി മീഡിയം ഈസ് സ്പെഷ്യൽ മീഡിയം ഈസ് യൂസ്ഡ് ടു ഐസൊലേറ്റ് ഫംഗി. ഫംഗിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണെന്നുള്ളതാണ്. നമ്മുടെ SDA ആണ്. അതായത് സാബോഡോസ് ഡെക്സ്ട്രോസ് അഗാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫംഗിനെയും ഈസ്റ്റിനെയും ഒക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ലോ pH ആണ്. അതെന്ത് ചെയ്യും നമ്മുടെ മോസ്റ്റ് ബാക്ടീരിയന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഫംഗസിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്നിക് യൂസ്ഡ് ടു സ്റ്റഡി ഇൻടാക്ട് ഫംഗൽ മോർഫോളജി. നമ്മുടെ ഫംഗൽ മോർഫോളജിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്ലൈഡ് കൾച്ചർ ടെക്നിക്. അതായത് ഓപ്ഷൻ D ആണ്. സ്ലൈഡ് കൾച്ചർ ടെക്നിക്കാണ് നമ്മൾ ഫംഗൽ മോർഫോളജി സ്റ്റഡീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ലൈഡ് കൾച്ചർ ടെക്നിക്കാണ് എന്ത് ചെയ്യും for the growth and study of fungal morphology directly on a slide, preserving the structure of the fungi for microscopic examination. നമ്മൾ ഡയറക്ട്ലി സ്ലൈഡിൽ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ചെയ്യുന്നത് ഫംഗലിന്റെ മോർഫോളജി ഒക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് which of the following dimorphic fungi is medically important human pathogen that cause severe respiratory infection. severe respiratory infections cause ചെയ്യുന്നതാണ്. ഓപ്ഷൻ B ആണ് ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം എന്ന് പറയുന്നത്. ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം എന്ന് പറയുന്നത് ഡൈമോർഫിക് ഫംഗി ആണ്. കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ഹിസ്റ്റോപ്ലാസ്മോസിസ്. അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. അതായത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിലാണ് മെയിൻ ആയിട്ട് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് സൾഫർ ഗ്രാനുൾസ് ആർ ക്യാരക്ടറിസ്റ്റിക്കലി പ്രസന്റ് ഇൻ ഇൻഫെക്ഷൻ ബൈ. സൾഫർ ഗ്രാനുൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണുന്നത് ഏത് ഇൻഫെക്ഷനിലാണെന്നുള്ളതാണ്. അതായത് ആക്ടിനോമൈസസ് ഇസ്രായേലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ്. അതായത് സൾഫർ ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൾഫർ ഗ്രാനുൾസിലുള്ളത് ഇസ് കമ്പോസ്ഡ് ഓഫ് അഗ്രിഗേറ്റ്സ് ഓഫ് ബാക്ടീരിയ അഗ്രിഗേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഹോസ്റ്റ് മെറ്റീരിയലിന്റെ ഒക്കെ അഗ്രിഗേറ്റ്സ് ആണ് നമ്മുടെ സൾഫർ ഗ്രാനുൾസ് കാണുന്നത്. കോമൺലി ഫൗണ്ട് ഇൻ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ആക്ടിനോമൈസസ് ഇസ്രായേലി ആണ്. അതായത് പെർട്ടിക്കുലർലി ഇൻ ആക്ടിനോമൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസിലാണ് കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ RNA വൈറസ്. RNA വൈറസ് ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്.
അഡിനോ വൈറസ് ആണ്. അഡിനോ വൈറസ് DNA വൈറസ് ആണ്. ബാക്കിയുള്ള എല്ലാ വൈറസുകളും തന്നെ RNA വൈറസുകളാണ്. അഡിനോ വൈറസ് എന്ന് പറയുന്നത് DNA വൈറസ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈറസ് ക്യാൻ ബി കൾച്ചേർഡ് ഇൻ ആൾ എക്സെപ്റ്റ്. ഇതിലേതിലാണ് നമുക്ക് വൈറസിനെ കൾച്ചർ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് അഗാറിലാണ്. എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് വൈറസിനെ റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ വിൽ റിക്വയർ ലിവിങ് സെൽസ് ടു റെപ്ലിക്കേറ്റ്. അതായത് വൈറസിന് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവിങ് സെൽസിന് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് അഗാറിൽ വൈറസിനെ കൾച്ചർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് വൈറൽ DNA. നമ്മൾ വൈറൽ DNA ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സദേൺ ബ്ലോട്ടിംഗ് ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോളിക്കുലർ ബയോളജി ടെക്നിക് ആണ്. നമ്മുടെ സ്പെസിഫിക് DNA സീക്വൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ബോഡീസ് പ്രൊഡ്യൂസ്ഡ് ബൈ റാബീസ് വൈറസ്. റാബീസ് വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നെഗ്രി ബോഡീസ് ആണ്. നെഗ്രി ബോഡീസ് ആണ് റാബീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ നെഗ്രി ബോഡീസ് കാണുന്നത്, നെഗ്രി ബോഡീസ് പറഞ്ഞെങ്കിൽ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. നെഗ്രി ബോഡീസ് കാണുന്നത് സൈറ്റോപ്ലാസം ഓഫ് ന്യൂറോൺസ് ഇൻഫെക്റ്റഡ് വിത്ത് റാബീസ് വൈറസ്. അതായത് റാബീസ് വൈറസ് ഇൻഫെക്ട് ചെയ്ത ന്യൂറോണിന്റെ സൈറ്റോപ്ലാസത്തിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, നെഗ്രി ബോഡീസ്. അത് നമ്മുടെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കർ കൂടിയാണ്. ഡെയിൻ പാർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്നത് കംപ്ലീറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വിരിയോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് കണ്ടെയ്ൻ വൈറൽ DNA, കോർ പ്രോട്ടീൻ ആൻഡ് എൻവലപ്പ്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഡെയിൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോൾ ബർണർ ടെസ്റ്റ് ഈസ് എ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ. പോൾ ബർണർ ടെസ്റ്റ് നമുക്കറിയാം ഇൻഫെക്ഷ്യസ് മോണോ ന്യൂക്ലിയസിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ് നമ്മുടെ പോൾ ബർണർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ EBV അല്ലെങ്കിൽ എപ്സ്റ്റീൻ ബാർ വൈറസ്. നെക്സ്റ്റ് ടെസ്റ്റ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റർ ഷോ ആൻ ഇൻക്രീസ്ഡ് വാല്യൂ ഇൻ എ ഹീമോലൈസ്ഡ് സാമ്പിൾ. ഓൾ ഓഫ് ദ അബോവ് ആണ് വരുന്നത്. എല്ലാം തന്നെ ഹീമോലൈസ്ഡ് സാമ്പിൾ എല്ലാത്തിന്റെയും വാല്യൂ ഹയർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ദ നോർമാലിറ്റി ഓഫ് 1M സൊല്യൂഷൻ ഓഫ് H3PO4. H3PO4ന്റെ സൊല്യൂഷൻ ഓഫ് 1M സൊല്യൂഷൻ ഓഫ് H3PO4ന്റെ നോർമാലിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ അയോണിനെ വെച്ചിട്ടാണ് നോർമാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. മീൻസ് ഇവിടെ നമുക്ക് 3 റീപ്ലേസബിൾ അയോൺ ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ സി 3 നോർമാലിറ്റി ആണ് വരുന്നത്. ഇൻ എ സ്പെക്ട്രോഫോട്ടോമീറ്റർ ദ ലൈസോസ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഇൻ ദി വിസിബിൾ പോർഷൻ ഓഫ് ദി സ്പെക്ട്രം. ഇതാണ് നമ്മൾ ലൈസോസ് ആണ് നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ടങ്സ്റ്റൺ ലൈറ്റ് ബൾബ് ആണ് നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ലബോറട്ടറി ഗ്ലാസ് വെയർസ്. ഇതിൽ ഏതാണ് ലബോറട്ടറി ഗ്ലാസ് വെയർസ് ശരി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് when glass wares are contaminated with material that is very difficult to remove, it is treated with chromic acid solution. അതായത് നമ്മുടെ ഗ്ലാസ് വെയർസ് കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ട് ആണ് അത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ക്രോമിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ക്രോമിക് ആസിഡ് യൂസ് ചെയ്യുന്നത്, ക്രോമിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ക്ലീനിങ് സൊല്യൂഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കണ്ടാമിനേറ്റഡ് ആയത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോമിക് ആസിഡ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂറിൻ പ്രിസർവേറ്റീവ്. യൂറിൻ പ്രിസർവേറ്റീവ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഫിനോൾ ആണ്. ഫിനോൾ നമ്മൾ യൂറിൻ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. തൈമോൾ, ഫോർമാലിൻ, ടൊളുവിനൊക്കെയാണ് നമ്മൾ യൂറിൻ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.